ഒട്ടുമിക്ക ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ശരീരവണ്ണവും കൊടവയറുമൊക്കെ. ഇനി നിങ്ങൾ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവണ്ണവും കൊടവയറും കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ശരീരത്തിന് വണ്ണം വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജിമ്മിൽ പോയി വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. ജിമ്മിൽ പോകുമ്പോഴോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ ഭയത്തോടുകൂടി നമ്മൾ നോക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ. ഇനി നിങ്ങൾ ഇപ്പം ശരീരവണ്ണം കൂടി ശരീരത്ത് വണ്ണത്തെ ഒന്ന് കുറയ്ക്കണം, കൊടവയർ കുറയ്ക്കണം എന്നോർത്ത് ഇനി നിങ്ങൾ ജിമ്മിലൊന്നും പോയി സമയമൊന്നും കളയണ്ട. ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവണ്ണം വളരെ പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരീരവണ്ണത്താൽ വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പം അമിതമായിട്ടുള്ള കൊടവയറും ശരീരവണ്ണവുമാണ് ഒട്ടുമിക്ക ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരം പോലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല, നമ്മുടെ കൊടവയറും ശരീരവണ്ണത്താലും ഒക്കെ. ഇനി നിങ്ങൾ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ ശരീരവണ്ണം വെറും ദിവസങ്ങൾ കൊണ്ട് കുറച്ച് നിങ്ങളുടെ ശരീരം നല്ല ഷേപ്പാക്കി നിർത്താനും നിങ്ങളുടെ വയറ് ആലില പോലെ ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതിന് വണ്ണം കുറയ്ക്കുന്നതിനും കൊടവയർ കുറയ്ക്കുന്നതിനും വേണ്ടി ജിമ്മിലൊന്നും നിങ്ങൾ പോയി സമയമൊന്നും കളയണ്ട കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോലെ മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത തിരക്ക് കാരണത്താൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരവണ്ണം കൂടുന്നത്, കൂടാതെ തന്നെ കൊടവയറ് ഉണ്ടാകുന്നതും. ഇപ്പം ചില ആൾക്കാരിൽ പ്രസവത്തിന് ശേഷം, ചില ആൾക്കാരിൽ എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട്, ചില ആൾക്കാരിൽ തൈറോയ്ഡ് പ്രശ്നത്താലുമൊക്കെ, ചിലവരുടെ ഇപ്പം ഹോർമോൺ ചേഞ്ചസ് കാരണത്താലുമൊക്കെ ശരീരവണ്ണവും കൊടവയറുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രസവം കഴിഞ്ഞവരാണെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങളിപ്പോൾ പ്രസവിച്ചിപ്പോൾ 3 മന്ത് ആയിട്ടുള്ളവരാണെങ്കിലും ഇതൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുഞ്ഞിനെയൊക്കെ നോക്കി കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടിരുന്നതിന് ശേഷം ഒരു 6 മാസം കൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ശരീരവണ്ണം കുറയ്ക്കാം. ഇപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ് 3 മാസമൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി. അധികമായിട്ടല്ല, കുറച്ച് രീതിയിൽ വാരി വലിച്ച് കഴിക്കാതെ നേരത്തെ കഴിച്ചതിൽ നിന്ന് കുറച്ച് അളവ് കുറച്ച് വന്ന് മതി. അല്ലാതെ നേരത്തെ കഴിച്ച രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് നോക്കരുത്. 3 മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് രീതിയിൽ കൺട്രോൾ ചെയ്യുക. പെരയ്ക്കകത്ത് തന്നെ നടക്കുക, ചെറിയ രീതിയിൽ നോർമൽ രീതിയിലുള്ള യോഗയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പം പ്രസവം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിൽ, അല്ലാത്ത ഇപ്പം സാധാരണയായിട്ടുള്ള വണ്ണമുള്ളവരും കൊടവയറുള്ളവരും ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം 3 മാസം പ്രസവം കഴിഞ്ഞിട്ടുള്ളവർ ഞാൻ ആ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം സാധാരണ ഇപ്പം കൊടവയറും ശരീരവണ്ണമുള്ള പലരും ഉണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നടത്തം, അതായത് വാക്കിംഗ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അനാവശ്യ കൊഴുപ്പിനെ ഉരുക്കി മാറ്റാനായിട്ട് നമ്മുടെ നടത്തത്തിലൂടെ സാധിക്കും. ഇപ്പോൾ വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പാണെങ്കിലും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ആണെങ്കിലും നമ്മൾ നടത്തത്തിലൂടെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. 1 മണിക്കൂർ പറ്റുന്നില്ലെങ്കിൽ ഒരു മിനിമം ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് നടക്കാനായിട്ട് ഒന്ന് നോക്കുക. നിങ്ങളുടെ ശരീരവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നടത്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം യോഗ. യോഗ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു റിലാക്സ് നൽകാനും നമ്മുടെ ശരീരവണ്ണം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പം വണ്ണം നമുക്കിപ്പോൾ പലയിടത്തും ശരീരവണ്ണം കൂടാറുണ്ട്. നമ്മുടെ വയറ്, ഹിപ്പ്, കൈകൾ, കഴുത്ത്, ഇവിടുത്തെ ഭാഗം, തൊടഭാഗം ഒക്കെ നമുക്ക് വണ്ണം കൂടാറുണ്ട്. അതിനെയൊക്കെ കുറയ്ക്കുന്നതിനുള്ള യോഗകൾ ഇന്ന് നിലവിലുണ്ട്. വയറിന് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ പലരെ അലട്ടുന്ന പ്രശ്നമാണ് വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കാരണത്താൽ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക്
നമുക്ക് വന്നു ചേരാൻ ഇടയാകും. അതിനെയൊക്കെ കുറയ്ക്കാൻ, നമുക്ക് വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന യോഗകൾ വരെ ഉണ്ട്. ഉള്ളിലേക്ക് വയറ് പിടിക്കുക, അതിനുശേഷം പതിയെ പതിയെ വിടുക, അതിന് പറ്റുന്ന യോഗകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ശരീരത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞല്ലോ, അവിടെ എവിടെയൊക്കെയാണോ വണ്ണമുള്ളത് അതിനൊക്കെ പറ്റുന്ന യോഗകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ യോഗയെക്കുറിച്ച് അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇന്ന് നമുക്ക് യൂട്യൂബ് പല ചാനലും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു യോഗ എന്ന് വെച്ചാൽ എപ്പോഴും, അതായത് നമ്മൾ കാലുകൾ ബാക്കിലേക്ക് ഇട്ടിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അകത്തേക്ക് വയറ് പിടിച്ചിട്ട് ചെയ്യുന്ന ഒരു യോഗയുണ്ട്. അത് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം നല്ലതാണ്. വയറ് ഉള്ളിലേക്ക് വലിയാനൊക്കെ എളുപ്പം നമുക്ക് സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരവണ്ണം നല്ലതുപോലെ കുറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം, നല്ലതാണ്. ഇനി അടുത്ത പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് പടികൾ കയറുന്നത്, അതായത് സ്റ്റെപ്പ് കയറുന്നത് വളരെ വലിയൊരു വർക്കൗട്ടാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കാനായിട്ട്, ലൂസായിട്ടിരിക്കുന്ന മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കാനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കയറുന്നത് കൊണ്ട് സാധിക്കും. നമ്മൾ പോലും അറിയാത്ത ഒരു വർക്കൗട്ട് നമ്മുടെ ശരീരത്ത് നമ്മൾ സ്റ്റെപ്പുകൾ കയറുന്നത് കൊണ്ട് നടക്കുന്നുണ്ട്. ഓഫീസിലും സ്കൂളുകളിലും ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ കയറി പോകാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ലിഫ്റ്റിൽ പോകാതെ തന്നെ സ്റ്റെപ്പുകൾ കയറുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബോഡിക്കൊരു വർക്കൗട്ട് നിങ്ങൾ പോലും അറിയാതെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു വളരെ എളുപ്പം നിങ്ങളുടെ ശരീര കൊഴുപ്പിനെ ഉരുക്കുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്പുകൾ, അതായത് പടികൾ കയറുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം അതിലൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്ന സമയത്ത് താഴോട്ടൊന്നും വീഴാത്ത രീതിയിൽ വേണം സ്റ്റെപ്പുകൾ കയറാനായിട്ട്. സ്റ്റെപ്പുകൾ കയറുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പിനെ ഉരുക്കി മാറ്റാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ്. വളരെ സിമ്പിളാണ്. നമ്മളിപ്പം ജിമ്മിൽ ചെന്നാലും അതിൻ്റെ പോലെ സ്റ്റെപ്പ് ഇങ്ങനെ പടി പോലെ ഉണ്ട്, അതിനകത്ത് കയറി ഇറക്കിയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനെക്കാട്ടി അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്റ്റെപ്പിനകത്ത് തന്നെ കയറി ഇറങ്ങി വർക്കൗട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണേ. സ്കിപ്പിംഗ് ചെയ്യുന്നത് നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ ശരീര വെയിറ്റ് കുറയ്ക്കുന്നതിനും നമ്മുടെ വയറ് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പല മസിൽസിനെയും ടൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും കൊഴുപ്പിനെ ഉരുക്കി മാറ്റാൻ സഹായിക്കും. സ്കിപ്പിംഗ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം സാധാരണ കുട്ടികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ രീതിയിൽ ആദ്യം ചെറുതായിട്ടൊന്ന് തട്ടും, അങ്ങനെ തട്ടി നമ്മൾ പിന്നെ അങ്ങ് ശരിയാവും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10-15 ഞാൻ എടുക്കും. നിങ്ങളിപ്പം അങ്ങനെ എടുത്താൽ മതി. കുറച്ച് കൂട്ടി അങ്ങ് കൊണ്ടുവന്നാൽ മതി. ആദ്യമേ കുറച്ചെടുക്കാം, 1 എടുക്കാം, പിന്നെ 2 എടുക്കണം. അങ്ങനെ കൂട്ടി കൊണ്ടുവരുവാണെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ശരീരവണ്ണം നിങ്ങൾക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. വീട്ടുജോലികൾ ചെയ്യുന്നത്, ഇപ്പോൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയെല്ലാം വീട്ടുജോലി ചെയ്തിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ലല്ലോ. അതിനുള്ള കാര്യം ഞാൻ വഴിയെ പറയാം. വീട്ടുജോലികൾ ചെയ്യുക. നമ്മൾ വീട്ടുജോലി ചെയ്യുന്നത് നമ്മുടെ ഒരു വർക്കൗട്ടാണ്. നമുക്കറിയാത്ത രീതിയിൽ അവിടെ ശരീരത്തിന് വർക്കൗട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പോലും അത് അറിയുന്നില്ല. നമ്മൾ വീട്ടുജോലി ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് എന്തുമാത്രം വർക്കൗട്ട് അവിടെ നടക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അരിയുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ കൈകൾക്ക് കൊടുക്കുന്ന ഒരു വർക്കൗട്ടാണ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളിപ്പം ജോലി ചെയ്യാത്തവരൊന്നും അല്ല, നമ്മളെല്ലാ സ്ത്രീകളും, നമ്മളെന്തായാലും ഒട്ടുമിക്ക പേരും ജോലികളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മളിപ്പം ജോലി ചെയ്താലും ഞാൻ ഈ മുന്നോട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കൊഴുപ്പിനൊക്കെ ഉരുക്കി മാറ്റിയിട്ട് ശരീരവണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും. മനസ്സിലായല്ലോ? വീട്ടുജോലികൾ ചെയ്യുന്നത് നമ്മുടെ ശരീരവണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞല്ലോ, വീട്ടുജോലി ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. നമ്മളിപ്പം ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മളിപ്പം വീട്ടുജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. ശരീരവണ്ണം വയറും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. ആഹാര കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം.
3 നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് 6 നേരമായിട്ട് നിങ്ങൾ ആ ഒരു 3 നേരം കഴിക്കുന്നതിന് മാറ്റുന്നത് നല്ലതാണ്. അത് ശരീരവണ്ണവും വയറും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. 3 നേരം കഴിക്കുന്നതിന് പകരം 6 നേരമായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഹാരം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ് കുറേ വെള്ളം അങ്ങ് കുടിക്കുന്നത്. കുറച്ച് വെള്ളം കുടിക്കുക. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക, 1 ഗ്ലാസ് കുടിക്കാതെ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അല്ലാതെ വയറ് നിറച്ചും വെള്ളം കുടിച്ചിട്ട് ആഹാരം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന വെച്ചാൽ വയറ് ചാടും. അത് വളരെയധികം ദോഷം. വയറ് ചാടുന്നതിന് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്. ആഹാരത്തിന് മുന്നേ ആയിട്ട് കുറേ അധികം വെള്ളം കുടിച്ചിട്ട് നമ്മൾ വയറങ്ങ് നിറച്ചിട്ട് ആഹാരം കഴിക്കാനായിട്ട് നോക്കുന്നത്. അത് തെറ്റാണ്. ആഹാരം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് 1/2 ഗ്ലാസ് വെള്ളം മാത്രമായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ആഹാരം കഴിക്കുകയാണെങ്കിൽ കുറച്ച് കൺട്രോൾ ചെയ്യാം. അല്ലാതെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ആഹാരം കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് കയറി ചാടാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യരുത്. 1/2 ഗ്ലാസ് വെള്ളമായിട്ട് കുടിക്കുക. ഓക്കെ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആഹാരം കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണത്തെയും വയറിനെയും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തെന്ന് പറയുന്നത്, ജങ്ക്സ് ഫുഡും പാക്കറ്റ് ഫുഡുകളും കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അത് കഴിവതും കഴിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കഴിക്കുക. അല്ലാതെ പുറത്തു നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല പല ഫ്ലേവറിന് വേണ്ടിയും കളറിനും ഒക്കെ വേണ്ടി ചേർക്കുന്നതൊക്കെ നമ്മുടെ ശരീരവണ്ണത്തിന് കൂട്ടാനും കുടവയറ് ചാടാനുമൊക്കെ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ആ വ്രതം എടുക്കുമല്ലോ, ഫാസ്റ്റ് എടുക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇന്ന് ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരവണ്ണം കുറയ്ക്കാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ്. ഇപ്പം പല രീതിയിലും നമുക്ക് പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒക്കെ കിട്ടുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എടുക്കുക. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒന്നും കഴിക്കില്ല, വെള്ളം മാത്രമായിട്ട് കഴിക്കും. വൈകിട്ട് മാത്രമായിട്ട് അതായത് റൊട്ടിയോ സബ്ജിയോ എന്തെങ്കിലും, അതായത് പച്ചക്കറി വെച്ചിട്ടുള്ള സബ്ജി ഉണ്ടല്ലോ മിക്സഡ് ആയിട്ടുള്ള, അതെന്തെങ്കിലും അവർ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ ജ്യൂസുകൾ എന്തെങ്കിലും കുടിച്ചിട്ട് വൈകിട്ട് ചോറ് കഴിക്കേണ്ട, റൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ശരീരവണ്ണം കുറയ്ക്കാനായിട്ട് നല്ലൊരു കാര്യമാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്രതം എടുക്കുന്നത്. പല രീതിയിലുമുള്ള പലതരം വ്രതങ്ങളുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതനുസരിച്ച് എടുക്കുക. ഒരു ദിവസം മുഴുവൻ എടുത്തിട്ട് വൈകുന്നേരം വാങ്ക് വിളിച്ചതിന് ശേഷം നോയമ്പ് കുറിക്കുന്നതുണ്ട്. പിന്നെ അല്ലാതെ തന്നെ രാവിലെയും വൈകിട്ടുമായിട്ട് പാല് അങ്ങനെയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന രീതിയിലുള്ള വ്രതമുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. എന്ന് പറയുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV കാണുന്നതും മൊബൈൽ ഉപയോഗിക്കുന്നതും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാതിരിക്കുക. അവരെയും നിങ്ങൾ ഭാവിയിൽ പൊണ്ണത്തടിയും കുടവയറുമാക്കി മാറ്റരുത്. TV കണ്ടുകൊണ്ട് TVയും മൊബൈലും ഉപയോഗിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതിരിക്കുക. അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും TV കാണുന്ന സമയത്ത് ആഹാരം കഴിക്കരുത്. TV ഓഫ് ചെയ്തിട്ട് വേണം ആഹാരം കഴിക്കാനായിട്ട്. ചെയ്യരുത് കേട്ടോ, തെറ്റാണത്. ഇനി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാനും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ടോ, ഇപ്പം നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടോ, യോഗയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടോ കുറച്ച് ബ്ലാക്ക് കോഫി കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ ഉരുക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. കോഫി എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് പോലും കൊടുക്കാത്ത ഒരു കാര്യമാണ്. കാരണം പ്രഗ്നൻസി സമയത്ത് അബോർഷൻ വരെ നടക്കാനായിട്ട് ഇടയാക്കും ഈ ഒരു കോഫിയിൽ നിന്ന്. കാരണം അത്രമാത്രം നമ്മുടെ ശരീരത്തെ കൊഴുപ്പിനെയൊക്കെ ഉരുക്കി മാറ്റാൻ ഈ ഒരു കോഫിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ആ കോഫി എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിട്ട് കാണരുത്. കോഫി കുടിക്കുന്നത് നമ്മുടെ ശരീര കൊഴുപ്പിനെ വളരെ പെട്ടെന്ന് ഉരുക്കി മാറ്റി വണ്ണത്തെ കുറയ്ക്കാനായിട്ട് കോഫിയിൽ നിന്ന് സാധിക്കും. നിങ്ങളിപ്പം ഗ്രീൻ ടീ കുടിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ, ഗ്രീൻ ടീ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കോഫി കുടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കോഫി കുടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീര കൊഴുപ്പിനെയൊക്കെ ഉരുക്കി മാറ്റി നല്ല സ്ലിം ബോഡി ആക്കാനും വയറിൽ അടിഞ്ഞോടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഉരുക്കാനായിട്ട് കോഫിയിൽ നിന്ന് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ നടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കോഫി കുടിക്കണം കേട്ടോ. നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് അതിൽ ഷുഗറോ പിന്നെ അല്ലാതെ ഷുഗറോ ഒന്നും ഇടാതെ വേണം കോഫി കുടിക്കാനായിട്ട്. ബ്ലാക്ക് കോഫിയാണ് കുടിക്കേണ്ടത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീര വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. എൻ്റെ ശരീരം കൊണ്ടോ
ഞാൻ വണ്ണത്തെ ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. എന്തായാലും നിങ്ങളും ചെയ്തു നോക്കൂ. എന്തായാലും നല്ലതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നല്ലപോലെ മാറ്റം കിട്ടുന്നതാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.